നമസ്കാരം. പറക്കാട് ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്രസന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. മാണിക്യമംഗലം ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ ശ്രീശങ്കരാചാര്യരുടെ ജന്മഭൂമിയായ കാലടിയിൽ നിന്നും ഉദ്ദേശം 2 കിലോമീറ്റർ വടക്ക് മാറി കാലടി മഞ്ഞപ്പുറ റൂട്ടിൽ മാണിക്യമംഗലം എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് മാണിക്യമംഗലം ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം. നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാണിക്യമംഗലം ശ്രീ കാർത്യായനി ദേവി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. മാണിക്യമംഗലം ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രമാണിത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിൽ പെടുന്ന ഒരു ക്ഷേത്രമാണ് എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ചതുര ശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായി സ്വയംഭൂവായി ചതുർബാഹു രൂപത്തിൽ 2 കൈകളിൽ അമ്പും വില്ലും പിടിച്ച് മറ്റു 2 കരങ്ങൾ അഭയവരത മുദ്രയിൽ പിടിച്ചു നിൽക്കുന്ന ശ്രീ കാർത്യായനി ദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് മറ്റു ഉപപ്രതിഷ്ഠകൾ ഒന്നുമില്ല എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ ഒരു ശ്രീകോവിലിനുള്ളിൽ ശ്രീധർമ്മശാസ്താവിനെയും ശ്രീ ഭദ്രകാളിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒരു തറയിൽ നാഗരാജാവ്, നാഗയക്ഷി, സർപ്പം എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട്. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. മാണിക്യമംഗലം ശ്രീ കാർത്യായനി ദേവി ശാന്തസ്വരൂപിണിയും ഭക്തവത്സലയുമാണ്. അതുകൊണ്ട് തന്നെ കടുത്ത നിറത്തിലുള്ള ചുവന്ന പൂക്കളോ കുങ്കുമമോ ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കാറില്ല. ഭക്തവത്സലയും ത്രിപുര സുന്ദരിയുമായ ശ്രീ കാർത്യായനി ദേവിയെ ഈ ക്ഷേത്രത്തിലെത്തി നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ദേവി നിങ്ങളെ കൈവെടിയുകയില്ല. ആദിശങ്കരാചാര്യർക്ക് സർവജ്ഞപീഠം കയറുവാനായതും വിശ്വഗുരു പദവി ലഭിച്ചതും ഈ ക്ഷേത്രത്തിലെ കാർത്യായനി ദേവി ശങ്കരന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ശങ്കരന് ജ്ഞാനപ്പാൽ നൽകിയത് കൊണ്ടാണ് എന്നാണ് ഐതിഹ്യം. ആ ഐതിഹ്യ കഥ ഇങ്ങനെയാണ്. ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ മാതാപിതാക്കളായ ശിവഗുരുവും ആര്യാമ്പയും മാണിക്യമംഗലം ശ്രീ കാർത്യായനി ദേവിയുടെ ഭക്തരായിരുന്നു. അവർ നിത്യേന കാർത്യായനി ദേവിക്ക് പാൽ നിവേദ്യമായി നൽകി അതിൻ്റെ ഒരു ഭാഗം പ്രസാദമായി വീട്ടിലേക്ക് കൊണ്ടുപോവുക പതിവായിരുന്നു. ഒരു ദിവസം അവർക്ക് നിത്യപൂജയ്ക്കായി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ വന്നു. ആ സാഹചര്യത്തിൽ ആര്യാമ്പ തൻ്റെ മകനായ ശങ്കരൻ്റെ കയ്യിൽ ദേവിക്ക് നേദിക്കുവാനായി പാൽ ക്ഷേത്രത്തിലേക്ക് കൊടുത്തയച്ചു. തീരെ ചെറിയ കുട്ടിയായ ശങ്കരൻ സന്തോഷപൂർവ്വം ആ പാൽപാത്രം കയ്യിലെടുത്ത് പതിയെ പതിയെ നടന്ന് ക്ഷേത്രത്തിലെത്തി. ശങ്കരൻ ക്ഷേത്രത്തിലെത്തിയപ്പോഴേക്കും ക്ഷേത്രം അടച്ചിരുന്നു. ക്ഷേത്രം അടച്ചതിനാൽ ദേവിക്ക് പാൽ നിവേദിക്കാൻ കഴിഞ്ഞില്ല. നിഷ്കളങ്കനായ ചെറിയ കുട്ടിയായ ശങ്കരന് അത് വലിയ സങ്കടമായി. ശങ്കരൻ പതുക്കെ കരയാൻ തുടങ്ങി. ക്രമേണ കരച്ചിൽ ഉച്ചത്തിലായി. ശങ്കരന്റെ കരച്ചിൽ കേട്ട് ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്ന് കാർത്യായനി ദേവി ശങ്കരന് മുമ്പിൽ അഭവമായ പ്രകാശ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതിസുന്ദരിയായ ദേവിയെ കണ്ട ശങ്കരന് സന്തോഷമായി.
ശങ്കരൻ തൻ്റെ പാൽപാത്രം ദേവിക്ക് മുന്നിലേക്ക് നീട്ടി. ദേവി സന്തോഷപൂർവ്വം ആ പാൽപാത്രം സ്വീകരിച്ച് പാൽ മുഴുവൻ കുടിച്ചു. അതേസമയം തനിക്ക് തിരികെ ദേവിപ്രസാദമായി വീട്ടിൽ കൊണ്ടുപോകാനുള്ള പാൽ ലഭിക്കാത്തതിനെ തുടർന്ന് ശങ്കരൻ വീണ്ടും കരയാൻ തുടങ്ങി. ഇത് കണ്ട് കുട്ടിയായ ശങ്കരൻ്റെ നിഷ്കളങ്കതയിലും ഭക്തിയിലും സന്തുഷ്ടയായ ദേവി പ്രസാദമായി നിവേദ്യപാത്രത്തിൽ പാൽ നിറച്ചു നൽകുകയും ശങ്കരനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദേവിയിൽ നിന്നും ലഭിച്ച ആ പ്രസാദം ശ്രീശങ്കരന് ജ്ഞാനാമൃതമായി മാറി. മാണിക്യമംഗലം ശ്രീ കാർത്യായനി ദേവിയിൽ നിന്നും ജ്ഞാനാമൃതം ലഭിച്ചതിനാലാണ് ശ്രീശങ്കരൻ ലോകപ്രശസ്തനായതും സർവജ്ഞപീഠം കയറിയതും എന്നാണ് ക്ഷേത്ര ഐതിഹ്യം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ക്ഷേത്രത്തിലെത്തി ദേവിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഉന്നത വിജയമുണ്ടാകുമെന്നും ഭക്തർക്ക് അവരുടെ ഏത് ആഗ്രഹവും ദേവി സാധിച്ചു കൊടുക്കും എന്നുമാണ് ഭക്തരുടെ വിശ്വാസവും അനുഭവവും. കാരണം 10-12 വർഷത്തിൽ കൂടുതലായി ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. ഇവിടെ വെച്ച് ഞാൻ ഒന്നുമില്ലാതെ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മോളെ ഇവിടെ വെച്ച് കല്യാണം കഴിച്ചു കൊടുത്തു. നമ്മൾ വിചാരിച്ചേക്കാളും നല്ലൊരു പയ്യനെ അമ്മ തന്നു. എൻ്റെ കഴിവല്ല, നമ്മളാരുമല്ല അവിടെ. അങ്ങനെ ഇന്നും അന്നവും തുണിയും ഭഗവതി മുട്ടിച്ചിട്ടില്ല. തന്ന അനുഗ്രഹം ഒരിക്കലും ഞാൻ ഇല്ല എന്ന് പറയില്ല. അങ്ങനെ നല്ലൊരു അനുഭവങ്ങളാണ്. പിന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമുണ്ട്. എപ്പോഴും രാവിലെ എന്ത് വന്നാലും ഞാൻ അത് ഉപേക്ഷിച്ച് രാവിലെ ഇവിടെ തൊഴുതിട്ട് എന്ത് കാര്യം ചെയ്യുള്ളൂ. അമ്മയെ പ്രാർത്ഥിച്ചിട്ടാണ് എന്തും ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഭഗവാൻ ശിവൻ വലിയൊരു അനുഗ്രഹമാണ്. അതൊക്കെ നിരവധി ആപത്തുകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. പ്രത്യക്ഷമായ അനുഭവമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം കൊറോണ സമയത്തൊക്കെ എല്ലാവർക്കും കൊറോണ അതൊക്കെ വന്നു. പക്ഷേ ഞങ്ങൾ നിരപരാധി പാവങ്ങളാണ്. പക്ഷേ ഞങ്ങൾക്ക് അത് വന്നില്ല. അതൊക്കെ ഭഗവാന്റെ ഒരു സംരക്ഷണം, അമ്മയുടെ സംരക്ഷണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. നല്ല അനുഭവങ്ങളേ ഉള്ളൂ. നമ്മൾ 2500 വർഷം പഴക്കമുള്ള, അതിൽ കൂടുതൽ പഴക്കമുള്ള ഒരു അമ്പലമാണത്. ഇവിടെ നമ്മുടെ ആദിശങ്കരൻ്റെ അമ്മയും അച്ഛനുമാണ് ആദ്യം ഉപാസിച്ചിരുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ വിവാഹം കഴിച്ച് വന്ന ആളാണ്. 33 വർഷം ആയി. അന്ന് മുതൽ നമ്മൾ ദേവിയെ തൊഴുതിട്ട് നമുക്ക് ഒരു ദിവസം ചെല്ലും തോറും നമുക്ക് നല്ലതേ വന്നിട്ടുള്ളൂ, ദോഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും കാലത്ത് വന്ന് തൊഴുത് ദേവിയുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് നമ്മൾ ജോലിക്ക് പോവാറ്. നമ്മുടെ ഈ നാട്ടിലെ മാണിക്യമംഗലം പ്രദേശത്ത് എല്ലാവർക്കും ഇതുകൊണ്ട് അഭിവൃദ്ധി ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എല്ലാവിധ സഹകരണങ്ങളും ഈ ദേവിക്ക് വേണ്ടിയിട്ടും അമ്പലത്തിന് വേണ്ടിയിട്ടും എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെയാണ് പ്രവർത്തിച്ച് പോണത്. നല്ല രീതിയിലുള്ള അനുഭവം. നമുക്ക് എല്ലാ വഴിപാടുകളും ചെയ്ത് ഇവിടെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളിവിടെ അമ്മയുടെ പ്രാർത്ഥനയിൽ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു നല്ലൊരു ജീവിത രീതി നമുക്കെല്ലാം കിട്ടിയത്. നമ്മുടെ ഒരു അനുഭവം ആണല്ലോ, നമുക്ക് സ്വന്തം അനുഭവം വച്ചിട്ടാണല്ലോ മറ്റൊരാളോട് പറയാൻ പറ്റുള്ളൂ. ആ അനുഭവം എനിക്ക് ഏറ്റവും തൃപ്തികരമായ അനുഭവമാണ് ദേവിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഞാൻ വരാൻ തുടങ്ങിയിട്ട് 10-35 കൊല്ലമായി. നല്ല ദേവിയെ വിളിയേക്കണ ദേവിയെ നമുക്ക് ഒരേ അനുഭവങ്ങളും ഉണ്ട്. എൻ്റെ മോനൊരു ജോലിയെ പുറത്തേക്ക് പോകാനുള്ള ചാൻസായി, ഒരു വീടായി. ഒരു ചെറിയൊരു വീട്ടിലാണ് ഞാൻ കിടന്നത്. എനിക്ക് ദേവിയെ വന്ന് തൊഴാൻ തുടങ്ങിയില്ല. അതൊക്കെ ഒരു വലിയ കാര്യമാണ്, വലിയ ഇതാണ്, നല്ല വിളിയേക്കണ ദേവിയാണ്. എല്ലാവർക്കും ഒരു ഉപകാരം എല്ലാവർക്കും ഉള്ളതാണ് ദേവിയെ കൊണ്ട്. ഒരു ഇതുമില്ലാത്ത ദേവി. ശങ്കരാചാര്യർ പൂജ ചെയ്ത ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശങ്കരാചാര്യരുടെ അച്ഛൻ ഒക്കെ ചെയ്ത ക്ഷേത്രമാണ് ഇതും. ഇവിടെ ബാക്കിലുള്ള ശിവക്ഷേത്രമൊക്കെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ മാണിക്യമംഗലം കാർത്യായനി ദേവി ക്ഷേത്രം. പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഭയങ്കര സംതൃപ്തിയാണ്. എല്ലാ ദിവസവും ഞാൻ കാലത്ത് നടക്കാൻ വരും. ഈ ദേവീനെ തൊഴുതിട്ടാണ് ഞാൻ പോകാറുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ, വളരെ സംതൃപ്തി, മനസ്സിന് ഭയങ്കര സന്തോഷം, എനർജിയാണ് ആ ദിവസങ്ങളിൽ. മനസ്സിലായോ? അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ മാണിക്യമംഗലം ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാണിക്യമംഗലം കാർത്യായനി ദേവി ക്ഷേത്രത്തിൻ്റെ സമീപത്തായി ശ്രീശങ്കരാചാര്യരുടെ പിതാവ് ശിവഗുരു പൂജ നടത്തിയിരുന്ന അതിപുരാതനമായ മാണിക്യമംഗലം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അഗസ്ത്യ മുനിയാൽ പ്രതിഷ്ഠിതമായ ശ്രീ മഹാദേവൻ ഈ ദേശത്തിൻ്റെ നാഥനായി ഇരുനില ചതുര ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ഈ ക്ഷേത്രത്തിൽ വാണരുളുന്നു. മഹാദേവനെ കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ഉപപ്രതിഷ്ഠയായി ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള ശ്രീകോവിലിൽ ഗണപതി പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. മാണിക്യനായ മഹാദേവന്റെ ദേശമായതിനാലാണ് ഈ പ്രദേശം
മാണിക്യമംഗലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാണിക്യമംഗലം വാഴുന്ന ശ്രീ മഹാദേവനും ശ്രീ കാർത്യായനി ദേവിയും ഈ നാടിൻ്റെ സർവ്വ ഐശ്വര്യമായി നൂറ്റാണ്ടുകളായി ഇവിടെ നിലകൊള്ളുന്നു. സൗമ്യമായ ദേവിയാണിത്. അതെ, നമ്മുടെ അമ്മ കുട്ടികളെ എങ്ങനെ പരിപാലിക്കുന്നോ അതുപോലുള്ള സ്നേഹം തരുന്ന ഒരു അമ്മയാണ് ശരിക്കും ഈ നാട്ടിലുള്ളവരുടെ അമ്മയാണിത്. രൗദ്രഭാവം അല്ല. അപ്പോൾ അങ്ങനെയുള്ള കടും നിറത്തിലുള്ള പൂക്കളൊന്നും ഉപയോഗിക്കാറില്ല. ചെത്തിപ്പൂവ്, തുളസിപ്പൂവ്, നന്ദ്യാർ വെള്ളപ്പൂവ്, താമരപ്പൂവ്, ഇതാണ് ഇവിടെ പ്രത്യേകത. പിന്നെ കാർത്തികയ്ക്ക് ലക്ഷദ്വീപം, തൃക്കാർത്തികയ്ക്ക് വൃശ്ചികമാസത്തിലെ തൃക്കാർത്തികയ്ക്ക് ലക്ഷദ്വീപം, പൂമൂടൽ, കലശം എന്ന പ്രധാന വഴിപാടുകൾ അതൊക്കെയാണ്. ശങ്കരാചാര്യരുടെ കുലദേവതയാണ്. ഇവിടെ മാണിക്യമംഗലത്ത് ഉള്ള നാട്ടുകാർക്കും എന്നല്ല ഈ ലോകത്തുള്ള എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്നതാണ് ഈ ദേവി. ഇവിടെ പ്രധാനമായിട്ട് ഇപ്പം പട്ടും താലിയും നടക്കി വെച്ചാൽ വിവാഹം നടന്നിരിക്കും. ഒരു വർഷത്തിനകം ആ ആളിൻ്റെ വിവാഹം നമ്മൾ ആരെയാണോ വിചാരിച്ച് പേരും നാളും സങ്കല്പിച്ച് പട്ടും താലിയും നടക്കി വെക്കുന്ന വിവാഹം നടന്നിരിക്കും. അങ്ങനെ സകല നമുക്ക് എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഭഗവതിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പഞ്ചസാര പായസം നേർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത അവസ്ഥയാണ്. പാൽപ്പായസം കൂടാതെ കൂട്ടുപായസം, വെള്ള നിവേദ്യം, പിന്നെ ഇവിടെ ഭഗവതിക്ക് ഭദ്രകാളിക്ക് കടുംപായസം, ശാസ്താവിന് എള്ളുപായസം, നീരാഞ്ജനം. ഭഗവതിക്ക് ഏറ്റവും പ്രധാനം പാൽപ്പായസവും നെയ്വിളക്കുമാണ്. ഇത്രയും പുരാതനമായ ഒരു ക്ഷേത്രം അപൂർവമാണ് ഈ ലോകത്ത്. ശങ്കരാചാര്യരുടെ കാലം, അച്ഛൻ്റെ കാലം മുതലിവിടെ കഴിച്ചിരുന്നതും ശങ്കരാചാര്യർക്ക് ജ്ഞാനപ്പാൽ കൊടുത്ത് സൗന്ദര്യലഹരി എഴുതിയ സ്ഥലമാണിത്. ഈ ദേവിയുടെ അനുഗ്രഹം അതേപോലെ ഈ നാട്ടുകാർക്കും സകലവിധ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതയാണ് ഇവിടുത്തെ ഭഗവതി. എല്ലാവരും എന്ത് കാര്യത്തിനും ആശ്രയിക്കുന്ന ഒരു ഭഗവതിയാണ്. ഏത് ദേവാലയങ്ങളിൽ പോയാലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അത്രയും ഫലം എല്ലായിടത്തും കിട്ടും. പക്ഷെ ഇത്രയും പെട്ടെന്നും നമ്മളുടെ ഏതാഗ്രഹവും സാധിച്ചു തരുന്നതുമായ ഒരു ദേവി ആണ് എൻ്റെ അനുഭവം വെച്ച്. മാണിക്യമംഗലം കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം മധ്യ കേരളത്തിലെ പ്രശസ്തമായ പൂരങ്ങളിലൊന്നാണ് മാണിക്യമംഗലം പൂരം. മീനമാസത്തിലെ ഉത്രം നാളിൽ ആറാട്ട് കണക്കാക്കി 9 ദിവസത്തെ അതിവിപുലമായ ആഘോഷങ്ങളോടെയുള്ള പൂരമാണ് ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. മീനമാസത്തിലെ ഉത്രം നാള് ആറാട്ട് കണക്കാക്കി അതിന് പുറകോട്ട് 9 ദിവസം കണക്കാക്കിയാണ് കൊടിയേറ്റ് തീരുമാനിക്കുന്നത്. കൊടിയേറി അന്ന് തന്നെ ഒരു പ്രത്യേക വഴിപാടായിട്ട് അല്ലെങ്കിൽ ഒരു നേദ്യം മാതിരി ഭക്തജനങ്ങൾക്ക് പടച്ചോറും വെളിച്ചെണ്ണയും പച്ചമുളകും നൽകുന്ന ഒരു വിശേഷമായ ചടങ്ങ് മാണിക്യമംഗലം ക്ഷേത്രത്തിലെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതിനുശേഷം പിറ്റേ ദിവസം, കൊടിയേറ്റിൻ്റെ പിറ്റേ ദിവസമാണ് പൂരം. ഏഴാന പൂരമാണ് ഇവിടെ വളരെ കാലങ്ങളായിട്ട് നടന്നു വരുന്നത്. കേരളത്തിലെ പ്രശസ്തരായ ഗജവീരന്മാർ പങ്കെടുക്കുന്ന പൂരമാണ് മാണിക്യമംഗലം പൂരം. വാദ്യമേളങ്ങളും ഒക്കെ വളരെ പ്രശസ്തരെ കൊണ്ട് തന്നെയാണ് ഇവിടെ നടത്തിക്കുന്നത്. 9 ദിവസത്തെ പൂരത്തിൽ ഒരു ദിവസം ഉത്സവം, പിന്നെ ഏറ്റവും അവസാനത്തെ ദിവസം കാലടി പുഴയിൽ ശൃംഗേരി അമ്പലത്തിനടുത്തുള്ള മുതലക്കടവിലാണ് ആറാട്ട് നടത്തുന്നത്. ആറാട്ടിന് ശേഷം ഭഗവതി കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഒരു ഇറക്കിപ്പൂജ എന്ന് പറഞ്ഞൊരു ചടങ്ങ് കൂടിയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അമ്പലത്തിലേക്ക് വരുന്നു. ഇവിടെ വമ്പിച്ച വാദ്യമേളങ്ങളോടെ ഉള്ള സ്വീകരണത്തോടു കൂടി അകത്ത് പ്രദക്ഷിണമൊക്കെ വെച്ച് ഏതാണ്ട് 12 മണിക്ക് മുമ്പായിരിക്കും കൊടിയിറക്കം നടക്കുക. മാണിക്യമംഗലം ദേവസ്ഥൻ്റെ കീഴിൽ 3 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. കാർത്യായനി ദേവി ക്ഷേത്രം, മഹാദേവ ക്ഷേത്രം, പട്ടേശ്വരം ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഇതിൻ്റെ എല്ലാം തന്ത്രി ചുമതല വഹിക്കുന്നത് കുര്യന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചാണ് 3 ക്ഷേത്രങ്ങളിലെയും എല്ലാ കാര്യങ്ങളും, പൂജാകാര്യങ്ങളും എല്ലാം നിശ്ചയിച്ചും കൊണ്ടാടുകയും ചെയ്യുന്നത്. അമ്പലത്തിലെ ഉത്സവം കൂടാതെ തൃക്കാർത്തിക മഹോത്സവം ഗംഭീരമായി ആഘോഷിക്കുന്നു. തൃക്കാർത്തിക വൃശ്ചികമാസത്തിലെ കാർത്തിക ദിനം
തൃക്കാർത്തിയായിട്ട് ഭഗവതിയുടെ പിറന്നാളാണ്. അത് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. അന്നേ ദിവസം മഹാപ്രസാദകൂട്ട്, കലശാഭിഷേകം, അതുകൂടാതെ വൈകിട്ട് ലക്ഷദീപം എന്നീ കാര്യങ്ങൾ നടന്നു വരുന്നു. മഹാദേവ ക്ഷേത്രത്തിലാണെങ്കിൽ മഹാശിവരാത്രിയാണ് പ്രധാനമായിട്ടും കൊണ്ടാടുന്നത്. അന്നേ ദിവസം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്തിൽ കലശാഭിഷേകവും തുടർ കാര്യങ്ങളും നടത്തുന്നു. അതുകൂടാതെ പട്ടേശ്വരം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവമാണ് ഗംഭീരമായിട്ട് കൊണ്ടാടുന്നത്. കുംഭഭരണിയോടനുബന്ധിച്ച് 41 ദിവസത്തെ കളമെഴുത്തും പാട്ടും ഉണ്ടാവും. വലിയ 16 കൈക്കളം കളം വരച്ച് ഭരണി ദിവസം പൊങ്കാലയിട്ട് അന്നേ ദിവസം അതിനുശേഷം രാത്രി മുടിയേറ്റ് നടക്കും. ഉച്ചയ്ക്ക് ഗംഭീര പ്രസാദകൂട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അമ്പലത്തിലെ ഈ പ്രധാനപ്പെട്ട ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങൾ പരിഗണിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ കാര്യങ്ങൾ 3 സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ വരവ് കൂടുതൽ വരുന്നതനുസരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ക്ഷേത്രം വന്ന് സന്ദർശിച്ച് അനുഗ്രഹീതമാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദിശങ്കരന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ആദിശങ്കരന് ജ്ഞാനപ്പാൽ നൽകിയ ഈ മാണിക്യമംഗലത്തെ കാർത്യായനി ദേവി ഈ ദേശത്തിൻ്റെ ദേവതയായി ഇവിടെ നിലകൊള്ളുന്നു. ഈ ക്ഷേത്രത്തിലെത്തി കാർത്യായനി ദേവിയെയും മറ്റു ഉപദേവതകളെയും ദർശനം ചെയ്യുവാനായത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി കരുതുന്നു. ത്രിപുരസുന്ദരിയും ഭക്തവത്സലയുമായ ഈ മാണിക്യമംഗലം കാർത്യായനി ദേവിയുടെയും മാണിക്യമംഗലം ദേശത്തിൻ്റെ നാഥനായ ശ്രീ മഹാദേവന്റെയും മറ്റു ഉപദേവതകളുടെയും സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. പർക്കാട് ജുവൽസ് ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി